ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് വസന്ത് സുരേഖ് അങ്ങേക്ക് മറുപടി നൽകാം. അല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ഗ്ലോബൽ അയ്യപ്പ സമ്മിറ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു സർക്കാരാണ്, അത് അവരുടെ പൊളിറ്റിക്കൽ എക്സസൈസ് ആണ് എന്ന് എനിക്കും അറിയാം, സ്മൃതിക്കും അറിയാം, ഇത് പറയുന്ന VPPക്കും അറിയാം. സഹാവ് VPP അത് അറിയാത്ത ആളൊന്നുമല്ല. അപ്പോൾ ആ പൊളിറ്റിക്കൽ എക്സസൈസ് നടത്തിയതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ എന്താ പ്രശ്നം? നിങ്ങൾ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇതാ ഈ പറയുന്ന കോടതി, ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി സെലിബ്രേഷൻ, പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായി ഞങ്ങൾ ഇങ്ങനൊരു സബ്മിറ്റ് നടത്തുന്നു. ആ സബ്മിറ്റ് നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നാണ് നിങ്ങൾ നൽകിയ അഫിഡവിറ്റ്. നിങ്ങൾ നൽകുന്ന അഫിഡവിറ്റ് 1000 കോടി രൂപയുടെ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇത് നടത്തുന്നത്. അതാണ് അതിൻ്റെ ലക്ഷ്യം എന്നാണ് പറഞ്ഞത്. മാർഗം എന്തും ആയിക്കോട്ടെ, ലക്ഷ്യം ഇതാണ് എന്നാണ് നിങ്ങൾ കോടതിയിൽ പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞത്, ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞൊക്കെ പൊക്കട്ടെ, കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചോദ്യം, കഴിഞ്ഞ 5 മാസക്കാലമായി ഈ 1000 കോടി രൂപയുടെ പ്രൊജക്റ്റിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എന്ത് മൂവ്മെൻ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നടത്താൻ സാധിച്ചത്? അത് പറഞ്ഞാൽ മതി VPP, അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി. 2, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സെപ്റ്റംബർ മാസം 1500 രൂപ പെർ ഹെഡ് വെൽക്കം ഗിഫ്റ്റ് കൊടുത്ത് ഏതാണ്ട് 8-9 കോടി രൂപ മുടക്കി അയ്യപ്പ സമ്മിറ്റ് നടത്താൻ പറ്റിയ നിങ്ങൾക്ക് നവംബർ മാസം അവരെ മല ചവിട്ടാൻ വന്ന അയ്യപ്പന്മാർക്ക് കരിങ്ങാലി വെള്ളം പോലും കൊടുക്കാൻ സാധിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് കരിങ്ങാലി വെള്ളം പോലും കിട്ടാതെ തലകറങ്ങി അയ്യപ്പ ഭക്തന്മാർ അവിടെ വീഴുമ്പോൾ ബയോ ടോയ്ലറ്റുകൾ പോലും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയേണ്ടി വന്നത് ഈ മാധ്യമങ്ങളിലുണ്ട്, റിപ്പോർട്ടറിൽ അതിന്റെ ആർക്കൈവ് ഉണ്ട്. വേണമെങ്കിൽ സ്മൃതി ഒരു പക്ഷേ അങ്ങേക്ക് കാണിച്ചു തരുമായിരിക്കും. അതായത് നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തന്നെ നിങ്ങൾ അയ്യപ്പ സമ്മിറ്റ് നടത്തി 1 മാസം കഴിയുമ്പോൾ വിളിച്ചു പറയേണ്ടി വരികയാണ്, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, വരുന്ന അയ്യപ്പ ഭക്തർക്ക് ബാത്റൂമിൽ പോകാൻ ബയോ ടോയ്ലറ്റുകളില്ല, കൊടുക്കാൻ കരിങ്ങാലി വെള്ളം കൊടുക്കാനുള്ള സംവിധാനമില്ല എന്ന് പറയേണ്ടി വന്നത്. അവിടെയാണ് പ്രശ്നം. അല്ലാതെ നിങ്ങൾ ഇത് നടത്തിയതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ഇത്രയും കോടി രൂപ മുടക്കി അത് നടത്തുമ്പോൾ കുറെ കോടീശ്വരന്മാരെ, കുറെ 10 സെക്കൻഡ് കുറെ കോടീശ്വരന്മാരെ, കുറെ സാമുദായിക നേതാക്കളെ വിളിച്ചു വരുത്തി നിങ്ങളുടെ പൊളിറ്റിക്കൽ എക്സസൈസ് നടത്തുമ്പോൾ ആ പൈസ സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാർ ഇട്ട പൈസ എടുത്ത് നിങ്ങൾ പുട്ടടിക്കുമ്പോൾ ആ അയ്യപ്പ ഭക്തന്മാർക്ക് വെള്ളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? എന്തുകൊണ്ടാണ് അത് കൊടുക്കാത്തത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അതാണ് ഇവിടുത്തെ പ്രശ്നം. കോടതിയിൽ എന്ത് റിപ്പോർട്ടാണ് നൽകുന്നത്? Debate with Smriti Parittikad.